ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് കോഴിയും കടച്ചയ്ക്കും കൂടി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിന് തന്നെ ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള അരിഞ്ഞതും ചേർത്തതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിക്കൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളെടുക്കണ ചിക്കൻ്റെ അളവിനനുസരിച്ച് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് പൊടികൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്പി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു പാതി വേവാവണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനും കടച്ചയ്ക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം വെച്ച് നോക്കിയോളൂ. ചിക്കൻ ഒരു പകുതി വെന്തതിന് ശേഷമാണ് കടച്ചക്ക ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് വെന്തിങ്ങനെ ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചിക്കനൊക്കെ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള കടച്ചക്ക ചേർത്ത് കൊടുക്കുക. കടച്ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.